2020 റിലീസായ ടച്ച് മീ ഇഫ് യു ക്യാൻ എന്ന ഒരു രസകരമായ കൊറിയൻ ഫാന്റസി കഥയാണ് ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥ നായികയായ യൂനിനെ കാണിച്ചുകൊണ്ടാണ്. യൂൻ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. അവളിപ്പറ്റി അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒരു ഡേറ്റിന് പോയിരിക്കുന്നു. സ്വാഭാവികമായും അവിടെ അവൾ കിസ് ചെയ്യുന്നുണ്ട്. അല്പനേരം കിസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അവൾ ആ ബോയ് ഫ്രണ്ടിനെ തള്ളി മാറ്റുന്നു. ആ സമയത്ത് എന്തോ ഒരു എനർജി അവളുടെ കയ്യിൽ ഉള്ള കണക്ക് നമുക്ക് കാണാം. എന്ത് പറ്റിയെന്ന് രസകരമായി പൊക്കോണ്ടിരുന്ന ആ ഒരു സമയം പെട്ടെന്ന് തള്ളി ഡിസ്ട്രാക്ട് ചെയ്ത യൂനിനോട് ബോയ് ഫ്രണ്ട് തിരക്കുമ്പോൾ മതി എനിക്ക് ഫുള്ളായി എന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകുമ്പോ ഈ ബോയ് ഫ്രണ്ടിന് സംഗതി ഒന്നും മനസ്സിലായില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ യൂൻ ഒരു മനുഷ്യനെ അല്ല, അവളൊരു സക്കബസ് ആണ്. സക്കബസ് എന്ന് പറഞ്ഞാല് പെൺ രൂപത്തിലുള്ള സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി എന്നോ ഒരു ലേഡി ഡീമൻ എന്നോ ഒക്കെ നമുക്ക് പറയാം. അവർ പുരുഷന്മാരെ വശീകരിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് എനർജി എടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. അതേ കണക്ക് ഇപ്പൊ നമ്മുടെ ഈ യൂൻ അവളുടെ ബോയ് ഫ്രണ്ടിനെ കിസ് ചെയ്ത് യഥാർത്ഥത്തിൽ അവന്റെ ശരീരത്തിൽ നിന്ന് അവൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള എനർജി എടുക്കുകയായിരുന്നു. പക്ഷെ അതറിയാത്ത അവളുടെ ബോയ് ഫ്രണ്ടിന് അവൾ കിസ് ചെയ്യുകയാണ് എന്ന് മാത്രമാണ് തോന്നിയത്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന കണ്ടാൽ ഒരു മനുഷ്യ പെൺകുട്ടിയെ പോലെയുള്ള മനുഷ്യരുമായി അടുത്തിടപെടുന്ന അവർ പോലും അറിയാതെ അവരോട് സ്നേഹിച്ച് അവരുടെ എനർജി ഊറ്റിയെടുക്കുന്ന ഒരു യക്ഷിയാണ് നമ്മുടെ യൂൻ. ഈ കിസ്സിലൂടെ മാത്രമല്ല മറ്റുള്ളവരുടെ എനർജി അവൾ നേടുന്നത്. ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹൈഫൈ കൊടുക്കുമ്പോഴോ അങ്ങനെ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ടച്ച് അവിടെ നടക്കുന്ന സമയത്തൊക്കെ തന്നെ എനർജി അവളിലേക്ക് മനുഷ്യരിൽ നിന്ന് ട്രാൻസ്ഫർ ആകുമെങ്കിലും അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. വളരെ ചെറിയ അളവിലെ ആ സമയത്ത് അവൾക്ക് എനർജി കിട്ടും. ഏറ്റവും നന്നായി തന്നെ എനർജി കിട്ടുന്നത് ഇങ്ങനെ കിസ്സിങ്ങിലൂടെയാണ്. ഏതാണ്ട് 100-200 വർഷത്തിലേറെയായി ഇതുപോലെ മനുഷ്യർക്കിടയിൽ യൂൻ താമസിക്കുന്നുണ്ട്. അവൾ ഓരോരുത്തരെ ഡേറ്റ് ചെയ്ത് അവരിൽ നിന്ന് എനർജി ഊറ്റിയെടുത്ത് അങ്ങനെ മുന്നോട്ടേ പോകുന്നു. ഒരു യക്ഷി ആയതുകൊണ്ട് തന്നെ അവൾക്ക് പ്രായമാകില്ല, മരണം സംഭവിക്കില്ല. അതുകൊണ്ട് ലൈഫ് അങ്ങനെ കളർഫുൾ ആയി പോവാണ്. ഇപ്പൊ അവൾ ഒരു വിദ്യാർത്ഥിനിയായിട്ട് ഒരു കോളേജിൽ പഠിക്കുകയാണ്. പഠിച്ച് പാസ്സായി വലിയ ആളാവണം എന്ന ലക്ഷ്യത്തിലല്ല അവിടെ പഠിക്കുന്നത്, മറിച്ച് ആളുകളുടെ എനർജി എടുക്കാനായി അവൾക്ക് പറ്റിയൊരു വഴി അതായിരുന്നു. കാരണം അവൾ പഠിക്കുന്ന ആ കോളേജിൽ അവളാണ് ഏറ്റവും പോപ്പുലർ ആയ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എനർജി കൈക്കലാക്കുക എന്നത് അവൾക്ക് വലിയ പാടുള്ള കാര്യവുമല്ല. അവളെ അങ്ങനെ പയ്യന്മാർക്കൊക്കെ വലിയ കാര്യമായിരിക്കുന്നത് മറ്റു പെൺകുട്ടികൾ വളരെ അസൂയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഒരു 3 പെൺകുട്ടികളുണ്ട്. അവൾമാർക്ക് യൂനിനെ ഭയങ്കര അസൂയാണ്. എപ്പോഴും അവളെ പറ്റി മോശമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. ഈവൻ അവൾ നല്ല മാർക്ക് വാങ്ങുന്നത് പോലും അധ്യാപകരെ ചാക്കിട്ട് പിടിച്ചാണ് എന്ന് പോലും പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കുന്ന യൂൻ തന്നെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ വാ അടപ്പിക്കാനായി ഏറ്റവും നല്ല മാർഗം അവരുമായി വഴക്കുണ്ടാക്കുന്നതല്ല, മറിച്ച് അവരെ തന്റെ ഫ്രണ്ട് ആക്കി മാറ്റുന്നതാണെന്ന് തിരിച്ചറിവ് വരുന്നത് കൊണ്ട് തന്നെ അതിനായിട്ട് പറ്റിയൊരു അവസരം യൂനിന് കിട്ടുന്നുണ്ട്. അവളെ കുറ്റം പറയുന്ന ആ പെൺകുട്ടികള് അവരുടെ മുടി ഭയങ്കര ഡാമേജ് ആവുന്നു, ഇപ്പൊ എന്ത് ചെയ്തിട്ട് ഒരു രക്ഷയില്ലല്ലോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന യൂൻ അവളുടെ മുടി ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടും തിക്കായിട്ടും ഇരിക്കാനായിട്ട് അവൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി അവർ ഫ്ലാറ്റ് ആവുന്നുണ്ട് കേട്ടോ. അവർ അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ പാടേ മറിഞ്ഞ് അവളുമായി കൂട്ടുകൂടാനായി ഇപ്പൊ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി ഡിന്നറിന് പോലും അവളെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെത്തി അവളുടെ പിറകിൽ തട്ടുന്നുണ്ട്. അവൾക്ക് ആ സമയത്ത് വല്ലാതെ തന്റെ ശരീരത്തിലേക്ക് എനർജി പാസ് ആവുന്നത് മനസ്സിലാവുന്നു. സാധാരണ ടച്ച് ചെയ്യുമ്പോൾ പാസ് ആവുന്നതിനേക്കാൾ ഒത്തിരി മടങ്ങ് എനർജി അവളുടെ ശരീരത്തിൽ അപ്പോൾ കയറുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണിന്റെ നിറം പോലും അത്രയും എനർജി ശരീരത്തിലേക്ക് വരുന്നതിന്റെ ഭാഗമായി മാറുന്നുണ്ടായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പയ്യന്റെ മുഖം കാണുന്നില്ല. അവൻ മാസ്ക് വെച്ചിരിക്കുകയാണ്. കൂടാതെ അവൻ ഇവർക്കും മാസ്ക് വിതരണം ചെയ്യാനായി വന്നതാണ്. ആ ഒരു സമയത്ത് ഈ കൊറോണ എന്ന മാരക പകർച്ചവ്യാധിയുടെ തുടക്ക സമയമാണ്. അതുകൊണ്ടാണ് അവനും മാസ്ക് വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും മാസ്ക് വിതരണം ചെയ്യുന്നതും. അങ്ങനെ മാസ്ക് കൊടുത്തിട്ട് അവൻ പോകുന്ന സമയത്ത് ആരാണിവൻ? എന്തായാലും അവന്റെ ശരീരത്തിൽ നല്ല അളവിൽ എനർജി ഉണ്ട്. തൊട്ടപ്പോ തന്നെ എത്രയധികം പാസ്സായത് കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് അവനെ പ്രണയത്തിലാക്കി കിസ് ചെയ്ത് ആ എനർജി എല്ലാം ഇങ്ങനെ എടുക്കണമെന്ന് അവളുടെ മനസ്സിൽ ലെഡ് പൊട്ടുന്നു. അവന്റെ പേര് വോൻ എന്നാണ്. വോനെ പറ്റി തന്നെ ആലോചിച്ചിരുന്നിട്ടാണോ എന്നറിയില്ല. എന്തായാലും അന്ന് രാത്രി അവൾക്ക് ഒരു അനുഭവം ഉണ്ടാവുന്നു. അവളുടെ അടുത്തേക്ക് വോൻ എത്തുകയും അവൻ അവളെ കിസ് ചെയ്യാനായി നോക്കുകയും ചെയ്യുന്നു. പക്ഷെ അവൻ ഒരു മനുഷ്യനല്ല, താൻ ഒരു യക്ഷിയാണെങ്കിൽ അവൻ ഒരു ഗന്ധർവനാണ്. അവനും തന്റെ ശരീരത്തിൽ നിന്ന് എനർജി എടുക്കും എന്ന് തോന്നുന്ന അവൻ ഇങ്ങോട്ട് കിസ് ചെയ്യുന്നതിന് മുന്നേ അവനെ അങ്ങോട്ട് കിസ് ചെയ്ത് അവന്റെ ശരീരത്തിൽ നിന്ന് എനർജി എടുക്കാന്ന് കരുതുമ്പോഴേക്കും അവൻ മാസ്ക് എടുത്തിടുന്നുണ്ട്. അവളുടെ അറ്റംപ്റ്റും ഫെയിൽ ആവുന്നു. ആകെ നിരാശപ്പെടുന്ന അവളുടെ ആ ഒരു സ്വപ്നത്തിൽ നിന്നുണ്ടായിരുന്നു. അതെ, ഇപ്പൊ അവളെ കണ്ടത് മുഴുവൻ തന്നെ അവളുടെ വെറും സ്വപ്നമായിരുന്നു. അവനെ പറ്റി തന്നെ ആലോചിച്ചിരുന്ന രാത്രിയില് സ്വപ്നത്തിലും അവനായിപ്പോയി. എന്തായാലും അതോടുകൂടി അവളുടെ കഷ്ടകാലം തുടങ്ങിയ കണക്കായി മാറി. കാരണം പകർച്ചവ്യാധി കൂടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആരും പരസ്പരം തൊടാതെ ഒരു ടച്ചും നടക്കാതെ മാസ്കും ധരിച്ച് കിസ് പോലും നടക്കാതെ ഭയങ്കരമായ ഒരു ഫിസിക്കൽ സെപ്പറേഷനിലായിരുന്നല്ലോ. നമ്മളും കൊറോണ കാലത്ത് ഷേക്ക് ഹാൻഡ് കൊടുക്കോ ആരെങ്കിലും തൊടുകയോ ഒന്നും ചെയ്യില്ലായിരുന്നല്ലോ. അപ്പൊ അതേ കണക്ക് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് ടച്ച് ചെയ്തും കിസ് ചെയ്തും ഒക്കെ എനർജി എടുക്കാൻ പറ്റാതെ യൂൻ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നു. മുന്നേ അവളുടെ പുറകെ
ഒരു ഡേറ്റ് എന്ന അവസരം ചോദിച്ച് നടന്നിരുന്ന ആളുകൾ പോലും ഇപ്പൊ അവളെ കാണുമ്പോൾ ഈ ഒരു അസുഖം പിടിക്കുമോ എന്ന് പേടിച്ച് ഒരു ടച്ചും താല്പര്യപ്പെടാതെ റിജക്ട് ചെയ്ത് പോവാണ്. അവൾ ഡേറ്റിന് താല്പര്യം ഉണ്ട്, നമുക്ക് ഡേറ്റ് ചെയ്യാൻ മുന്നേ നിങ്ങൾ ചോദിച്ചല്ലെന്നൊക്കെ ചോദിച്ച് അവരുടെ പുറകെ നടക്കുമ്പോൾ പോലും അവരാരും അതിന് സമ്മതിക്കുന്നില്ല. അതിന് പ്രധാന കാരണം അവൾ മാസ്ക് ധരിച്ചിരുന്നില്ല എന്നതാണ്. അവൾക്ക് അസുഖം വരില്ല എന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട്. കൂടാതെ മാസ്ക് ധരിച്ചാൽ എങ്ങാനും കിസ് അടിക്കാനുള്ള ഒരു ചാൻസ് മിസ്സായാൽ തനിക്ക് അത്രയും എനർജി ഇല്ലാണ്ടാകുമല്ലോ എന്ന കാരണം കൊണ്ടാണ്. അങ്ങനെ ഒരു രീതിയിലും എനർജി കിട്ടാതെ വളരെ വീക്കായി പാവം യൂൻ ഇങ്ങനെ ക്ലാസ്സിൽ മാസ്ക് ഒക്കെ ഇട്ട് തളർന്നിരിക്കുന്ന സമയത്താണ് ഒരു വിദ്യാർത്ഥി അവിടേക്ക് എത്തുന്നത്. ആ വരുന്ന വിദ്യാർത്ഥി മാസ്ക് ധരിച്ചിട്ടില്ല. അവനെ കാണുമ്പോഴേ അവൾക്ക് ഒരു ഡൗട്ട്. അതുകൊണ്ട് അവൾ അവന്റെ മാസ്ക് വെക്കുമ്പോൾ മുഖത്തിന്റെ കുറച്ച് ഭാഗം മറയില്ലേ, അവിടെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് മറച്ചു നോക്കിയിട്ട് ഇത് അവൻ തന്നെയല്ലേ എന്ന് ടെൻഷനായി. ഇവനെ ഒരു ഗന്ധർവനാ, ഇവൻ എന്റെ എനർജി ചോർത്താനേ വന്നിരിക്കാം, എനിക്ക് എനർജി ഇല്ലാതെ ഞാൻ നട്ടം കറങ്ങുന്ന ഈ ഒരു സമയത്ത് എങ്ങനെ ഇവന് ഞാൻ എനർജി കൊടുക്കും ചോദിച്ചു അവൾ ഇങ്ങനെ അവിടേക്ക് അപ്പൊ എത്തിയ വോനിനെ നോക്കി പുലമ്പുമ്പോ വോനിനും ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഇരിക്കുന്നോ പിള്ളേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് ഈ പിച്ചും പേയും പറയുന്നത്? ക്ലാസ് ഇരുന്ന് ഉറങ്ങുന്നതിന്റെ ഇടയിൽ ഉണർന്നാലേ ഇങ്ങനെ പലതും സംഭവിക്കുന്നു പറഞ്ഞ് സാർ അവളോട് ദേഷ്യപ്പെടുമ്പോഴാണ് അവളൊന്ന് വായടക്കുന്നത്. അന്ന് ക്ലാസ്സിലിരിക്കുന്ന സമയം മുഴുവൻ അവളുടെ നോട്ടം അവനിലായിരുന്നു. വോൻ ശരിക്കും ആരാണ്? അവനൊരു മനുഷ്യനാണോ അതോ താൻ വിചാരിക്കുന്ന കണക്ക് ഒരു ഗന്ധർവനാണോ എന്നിങ്ങനെ എല്ലാം അവൾക്ക് ഡൗട്ട് വരുന്നു. ഗന്ധർവനാണെന്ന് അവൾ കരുതാൻ കാരണം അവന്റെ ശരീരത്തിൽ നിന്ന് വളരെ വലിയ അളവിൽ അവളുടെ ശരീരത്തിലേക്ക് എനർജി പാസ് ആയതുകൊണ്ടാണ്. സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് അങ്ങനെ സംഭവിക്കില്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു. എന്തായാലും അന്ന് ക്ലാസ് കഴിഞ്ഞ് അവൻ ഇറങ്ങുന്ന സമയം അവളും പുറകെ പോകുന്നുണ്ട്. അവനെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി അവൾ, ആരാ നീ? സത്യം പറ, നീ ഒരു മനുഷ്യനാണോ അതോ ഞാൻ കരുതുന്ന കണക്ക് ഒരു ഗന്ധർവനാണോ എന്നെല്ലാം അവൾ ചോദിക്കുമ്പോഴേക്കും വലിയ അളവില് മുന്നേ പറഞ്ഞ കണക്ക് തന്നെ എനർജി അവളുടെ ശരീരത്തിൽ അവനിൽ നിന്ന് കയറുകയും അവൾ അത് താങ്ങാൻ സാധിക്കാതെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. പിന്നീട് അവൾ കണ്ണ് തുറക്കുമ്പോൾ സിക്ക് റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്ക് എനർജി ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ വൂനൊരു ഗന്ധർവനായിരുന്നെങ്കിൽ അവന് തന്നെ ഈസിയായി താൻ ബോധം കെട്ട സമയത്ത് കിസ് ചെയ്ത് ആ എനർജി മുഴുവൻ ഊറ്റിയെടുക്കാമായിരുന്നു. അത് തന്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചേനെ. പക്ഷെ അങ്ങനൊന്നും തന്നോട് ചെയ്യാത്തവൻ തീർച്ചയായും ഒരു ഗന്ധർവനല്ല, അവനൊരു മനുഷ്യനാണ്. പക്ഷെ അവൻ സംതിങ് സ്പെഷ്യൽ ആണ്. അതുകൊണ്ടാണ് അവനിൽ നിന്ന് താൻ ഇത്ര എക്സ്ട്രീം ലെവൽ എനർജി അനുഭവിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമാവുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനോട് കൂട്ടുകൂടാനേ വല്ലാത്ത ആഗ്രഹം തോന്നുന്നു. അവനിൽ നിന്ന് തനിക്ക് വേണ്ട എനർജി സംഭരിക്കാം എന്നതാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവൾ അവന്റെ പിറകെ എങ്ങും നടപ്പ് തുടങ്ങുകയാണ്. അവനാകട്ടെ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവൾ ഈ പറയുന്ന പിച്ചും പേയും അവന് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, അവൻ ആൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നത് കൊണ്ട് തന്നെ എന്തിനീ വെറുതെ തന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് എന്ന രീതിയിലായിരുന്നു അവന്റെ ആറ്റിറ്റ്യൂഡ്. അവൻ പരമാവധി അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി നോക്കുന്നു. സത്യം പറഞ്ഞ അവൾ തല കറങ്ങി വീണപ്പോ വളരെ കെയർ ആയിട്ട് അവൻ നഴ്സിംഗ് റൂമിൽ കൊണ്ടുവന്നാക്കിയല്ലോ എന്നൊക്കെയുള്ള ഭയങ്കരമായ മതിപ്പാണ് അവൾക്ക് അവനെ പറ്റി തോന്നിയത്. പക്ഷെ സത്യം പറഞ്ഞ അവനല്ല അവളെ സിക്ക് റൂമിൽ കൊണ്ടുവന്നാക്കിയത്. ബോധം കെട്ട് അവളെ നടുക്ക് കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് സൈഡ് ഒതുക്കി വലിച്ചു മാറ്റിയവൻ കിടത്തി എന്നുള്ളത് സത്യമാണ്. മറ്റാരോ ആണ് അവൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് കൊണ്ടുവന്നാക്കിയതാണ്. പാവം അവൾക്കതറിയില്ല. എന്തായാലും അവനെ പിന്നീട് അട്രാക്ട് ചെയ്യാനായി പഠിച്ച പണി 18 നമ്മുടെ യൂൻ പയറ്റി നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഇവന്റെ പിറകെ ഇംപ്രസ് ചെയ്യാനായി നടക്കുന്നതൊന്നും ഫലം കണ്ടില്ലെങ്കിലും ആളുകൾ ഇവരെ പറ്റി സംസാരിക്കാനായി തുടങ്ങുന്നുണ്ട്. സാധാരണ പയ്യന്മാർ പുറകെ നടക്കുന്ന യൂൻ ദേവ് വോനിന്റെ പുറകെ നടക്കാണ്, അവൻ മൈൻഡ് ആക്കുന്നില്ല എന്ന രീതിയിലാണ് സംസാരം പോകുന്നത്. അതൊന്നും അവൾക്കൊരു വിഷയമേ അല്ല. ഇതേസമയം മറ്റൊരു കാര്യം കൂടി അവൾ അറിയുന്നു. ഇപ്പോൾ നടക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ അവസാനിപ്പിച്ച് പകർച്ചവ്യാധി വല്ലാതെ കൂടുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളാക്കി മാറ്റാൻ പോവാണെന്ന്. ഇപ്പൊ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി വരുന്നതിന്റെ പേരിൽ എങ്ങനെങ്കിലുമൊക്കെ ആരുടെയും എനർജി കുറച്ചൊക്കെ എടുക്കാനായി അവൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സുകളാക്കി കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും? എങ്ങനെ എനർജി തനിക്ക് ലഭിക്കും? എനർജി ഇല്ലാതെ താൻ ഇല്ലാണ്ടായി പോവില്ലേ? തന്റെ നിലനിൽപ്പ് തന്നെ മനുഷ്യരിൽ നിന്ന് എടുക്കുന്ന എനർജി അല്ലേ എന്ന ടെൻഷനായിരുന്നു അവൾക്ക് വരുന്നത്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഇതേ സമയം അന്ന് രാത്രി ഉറങ്ങാനായി കിടക്കുന്ന വോനൊരു സ്വപ്നമായിരുന്നു. ഒരു പെൺകുട്ടി റോഡരികിൽ നിന്ന് ഒരാളെ കിസ് ചെയ്യാണ്. കിസ് ചെയ്ത അയാൾ താഴേക്ക് ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിന്ന വോനിന്റെ അടുത്തേക്ക് ശേഷം ആ പെൺകുട്ടി വരുന്നു. അവൾ മുഖം മറച്ചിരുന്നത് കൊണ്ട് മുഖം വ്യക്തമായിരുന്നില്ല. എന്തായാലും എത്തുന്ന അവൾ അവനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നതായി സ്വപ്നം കണ്ടപാടെ അവൻ ഞെട്ടി ഉണരുന്നുണ്ട്. അവൻ ആകെ ഭയപ്പെട്ടു പോയിരുന്നു. ഇത് തന്റെ വെറും സ്വപ്നമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവന് കുറച്ച് ആശ്വാസമാവുന്നത്. ആ സമയത്താണ് അവനെ തേടി ഇനി മുതൽ ഓൺലൈൻ ക്ലാസ്സുകളാണ്, ഓഫ്ലൈൻ ക്ലാസ്സുകളില്ല, അവിടേക്ക് പഠിക്കാനായി ചെല്ലണ്ട എന്ന കാര്യം അവൻ കാണുന്നത്. അത് കാണുന്നവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. കാരണം അവനെ സംബന്ധിച്ച് ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരെയും എപ്പോഴും ഫേസ് ചെയ്യാനായി ഒരു ബുദ്ധിമുട്ടുള്ള അവൻ ഇനി മുതൽ ക്ലാസ്സിൽ പോകണ്ടല്ലോ എന്ന് ഭയങ്കരമായി ഹാപ്പി ആവുന്നു. യൂനാകട്ടെ ക്ലാസ് ഇല്ലാന്ന് കരുതി എനർജി ഇല്ലാതെ ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കോവിഡ് സമയത്ത് എന്തെങ്കിലും വോളണ്ടറി സർവീസിന് ആളിനെ ആവശ്യമുണ്ടോ എന്ന രീതിയിൽ അവൾക്ക് ഒരു ജോലി അന്വേഷിക്കുന്നു. ജോലിക്ക് പോയി കാശ് സമ്പാദിക്കാനായിട്ടുള്ള അത്യാവശ്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരുന്ന എനർജി കിട്ടില്ല. ഈ ഒരു വോളണ്ടറി സർവീസ് എന്നും പറഞ്ഞ് ഈ സമയത്ത് ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആളുകളുമായി ഇടപെട്ട് തനിക്ക് എനർജി നേടാമല്ലോ എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. ജോലിയൊന്നും സെറ്റ് ആയില്ലെങ്കിലും അവൾ മറ്റൊരു പോം വഴി കണ്ടെത്തുന്നു. അത് കയ്യിലുള്ള ചില സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കാം എന്നതാണ്. അവൾക്ക് വളരെ പ്രിയപ്പെട്ട പല സാധനങ്ങളുമാണ് അവൾ അപ്പോ വിൽപ്പനയ്ക്ക് ഇടുന്നത്. ആ വിൽപ്പനയ്ക്ക് ഇടാൻ കാരണം തന്നെ ആ ഒരു പരസ്യം
പറയുന്നുണ്ട് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഈ ഒരു പ്രതിസന്ധി സമയത്ത് ഇത് കിട്ടിയാൽ ആളുകൾ വാങ്ങാൻ വരുമല്ലോ, അപ്പൊ അത് കൈമാറുന്ന സമയത്ത് അവരെ ടച്ച് ചെയ്ത് കുറച്ച് എനർജിയെങ്കിലും സംഭരിക്കാമല്ലോ എന്നതുകൊണ്ടാണ് അങ്ങനെ അവൾ അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നതിന്റെ കൂട്ടത്തില് അവളുടെ ഒരു ഗെയിമിംഗ് CD വിൽക്കാനായി അവൾ തീരുമാനിക്കുന്നു. അതിന്റെ പരസ്യം സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വിൽക്കുന്ന സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ആ പരസ്യം ഗെയിം വളരെയധികം ഇഷ്ടപ്പെടുന്ന വോൻ കാണുന്നുണ്ട്. അവനിപ്പോ ക്ലാസ്സിൽ പോകണ്ടാത്തത് കൊണ്ട് കൂടുതൽ സമയം വീട്ടിലുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ ബോറടി മാറ്റാനായി നന്നായി ഗെയിം കളിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അവൻ വളരെ യാദൃശികമായി ഈ പരസ്യം കാണുകയും സെല്ലറിനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ തന്റെ ഗെയിമിംഗ് CD വാങ്ങാനെത്തുന്ന ആൾ വോൻ ആണെന്ന് മനസ്സിലാക്കുമ്പോഴേ അവൾ വളരെ ഹാപ്പി ആവുന്നുണ്ട്. അവന്റെ അടുത്ത് നിന്ന് അത്യാവശ്യം നല്ല അളവിൽ തന്നെ എനർജി കൈപ്പറ്റണമെന്ന് അവൾ വിചാരിച്ച് CD വിൽക്കാനായി ചെന്ന് കാണുമ്പോൾ പകർച്ചവ്യാധിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ കാശ് കയ്യിൽ കൊടുക്കാതെ പ്രോഡക്റ്റ് കയ്യിൽ വാങ്ങാതെ ഡിസ്റ്റൻസ് ആയി നിൽക്കുകയാണ്. കാശ് ഓൺലൈനായി അയച്ചു തരാമെന്നും പ്രോഡക്റ്റ് അവിടെ വെച്ചാൽ മതി, ഞാൻ എടുത്തോളാമെന്നും കയ്യിൽ തരണ്ടെന്നൊക്കെ അവൻ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് വേറെ വഴിയില്ല. അയ്യോ, ഈ ഒരു ചാൻസ് മിസ്സാക്കിയാലും ആകെ പണി പാളും. ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് എനർജി നേടണം എന്ന് കരുതി അവൾ രണ്ടും കൽപ്പിച്ച് അവനെ കടിക്കുന്നു. ആ ഒരു സമയത്ത് അവൻ ആകെ ഷോക്കാവുന്നുണ്ട്. ഇത് ആരപ്പ ഇങ്ങനൊരു സമയത്ത് കടിക്കാനെന്ന്. മാസ്ക് മാറ്റി നോക്കുമ്പോഴാണ് അത് യൂനാണെന്നത് അവൻ തിരിച്ചറിയുന്നത്. അവളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടാതെ മയത്തില് എല്ലാം എന്തീ കാണിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ അറിയാതെ ചെയ്തു പോയതാ, ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്ക് ഞാനിപ്പോ തരുന്ന ഈ CD കാശ് തരണ്ട, പകരം എന്നും എന്നെ വന്ന് കണ്ടാ മതി, എന്റെ കൂടെ ഒരു കോഫി കുടിക്കാനൊക്കെ വന്നാൽ മതി എന്നൊക്കെ അവൾ പറയുമ്പോൾ അവൻ അത് കേൾക്കുന്നില്ല. ഇല്ല, കാശ് തന്നേക്കാം, അങ്ങനെ എന്നും വരാൻ പറ്റില്ല എന്ന് അവൻ പറയുമ്പോൾ അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒടുക്കം അവൻ അത് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ അവർ കോഫി കുടിക്കാനായി പതിവായി അവൾ പോകാറുള്ള കഫേയിലേക്കായിരുന്നു അവർ ചെല്ലുന്നത്. ഈ കഫേയിലെ ഈ സ്റ്റാഫിന്റെ കയ്യിൽ ക്യാഷ് പേ ചെയ്യുന്ന സമയത്തൊക്കെ തൊട്ട് അവൾ എനർജി കളക്ട് ചെയ്യാറുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പയ്യനുമായി അവൾ ആ കഫേയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബോയ് ഫ്രണ്ട് ആണോ എന്ന് അവളെ നല്ല പരിചയമുള്ള ആ പയ്യൻ ചോദിക്കുന്നു. ഒരിക്കലും അല്ലാന്ന് അത് കേട്ടുപാടെ എടുത്തടിച്ച് വോൻ മറുപടിയും പറയുന്നു. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് പലതും സംസാരിച്ചും അവന് കേക്ക് വാരി കൊടുത്തും ഒക്കെ തന്നെ അവന്റെ ഉള്ളിൽ തന്നോട് ഒരു ഇഷ്ടം ഉണ്ടാക്കി എടുക്കാനായി യൂൻ ആവുന്നത് ശ്രമിച്ചെങ്കിലും വോൻ അവളോടൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് സത്യം പറഞ്ഞ എനർജിക്ക് വേണ്ടി അവന്റെ പുറകെ നടന്ന് ഇപ്പൊ അവനോടൊരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവനാകട്ടെ കരുതുന്നത് അവൾ കോളേജിൽ ഭയങ്കര പോപ്പുലർ ആയ ഒരു പെൺകുട്ടിയാണ്. അവളുടെ പുറകെ ഒരുപാട് പയ്യന്മാര് നടപ്പുണ്ട്. അവളും പലരെയും ഡേറ്റ് ചെയ്ത് പിന്നെ റിജക്ട് ചെയ്ത കഥകൾ അവൻ കേട്ടിട്ടുണ്ട്. അവൾ ആ ഡേറ്റ് ചെയ്യുന്നത് എനർജി എടുക്കാനാണ്. എനർജി എടുത്ത ശേഷം അവൾ ഉപേക്ഷിക്കും. അതാണ് നടക്കുന്നതെങ്കിലും അതറിയാതെ മറ്റു മനുഷ്യർ ഇവളെ കാണുന്ന സമയത്ത് ചിന്തിക്കുന്നത് ഇവളൊരു ദുസ്വഭാവമുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് പലരെയും ഇങ്ങനെ ഡേറ്റ് ചെയ്ത് നടക്കുന്നത് എന്നൊക്കെയാണല്ലോ. ആ ഒരു ചിന്ത കൊണ്ടാണ് അവൾ അത്തരത്തിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ നോക്കുകയാണെന്ന് കരുതി ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. പക്ഷെ അവൾ ആത്മാർത്ഥമായിട്ടാണ് തന്നെ ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവളുടെ കൂടെ സംസാരിച്ചിരിക്കാനൊക്കെ അവനും തയ്യാറാവുന്നു. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുന്ന സമയം രണ്ടുപേരും കിസ് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ അടുത്തെത്തുമ്പോഴേക്കും അവൻ വളരെ അൺകംഫർട്ടബിൾ ആയി മുഖം മാറ്റുന്നു. ഞാൻ ബുദ്ധിമുട്ടിച്ചോന്ന് അവൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചില്ല, പക്ഷെ എന്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. ലൈഫിൽ നടന്ന ഒരു കാര്യം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ദുസ്വപ്നമായി വരാറുണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ ചെറുപ്പമായിരുന്ന സമയത്ത് റോഡിലൂടെ നടക്കുന്ന ടൈം ഒരു ദിവസം വളരെ യാദൃശികമായി ഒരു കാഴ്ച കണ്ടു. ഒരു ലേഡി ഒരു പയ്യനെ കിസ് ചെയ്ത് അയാൾ ബോധം കെട്ടി വീഴുന്ന ഒരു കാഴ്ച. അത് കണ്ട് ഞാൻ ആകെ ഷോക്കായി നിന്നപ്പോൾ ആ ലേഡി എന്റെ അടുത്തെത്തി ഞാൻ കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ എന്നെയും കിസ് ചെയ്തേനെ എന്ന് പറഞ്ഞിരുന്നു. അവരുടെ ആ പറച്ചിലും ഞാൻ കണ്ട കാര്യമൊക്കെ ഒരു തമാശയായി എനിക്ക് തോന്നിയില്ല. ഞാൻ ആകെ ഭയപ്പെട്ടിരുന്നു. ആക്ച്വലി അതിനുശേഷമാണ് ഞാൻ ആരെ കണ്ടാലും ഒരുമാതിരി ഭയക്കുന്ന രീതിയിലേക്ക് പോയത്. പ്രത്യേകിച്ച് കിസ് ചെയ്യുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോഴേ ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആയി മാറാൻ തുടങ്ങി. എനിക്ക് അവരെ ഓർമ്മ വരാൻ തുടങ്ങി എന്നൊക്കെ അവൻ പറയുമ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് താൻ ഇന്നുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല, ആരെയും കിസ് ചെയ്തിട്ടില്ല എന്നും അവൻ പറയുന്നുണ്ട്. എന്തായാലും ഇതുവരെ ആരെയും കിസ് ചെയ്തിട്ടില്ല എന്നത് ഒരു കുറവായി തോന്നുന്നേ ഇല്ല എന്ന് പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്യാണ്. അങ്ങനെ വളരെയധികം എനർജി അവളുടെ ശരീരത്തിലേക്ക് അവന്റെ ശരീരത്തിൽ നിന്ന് പ്രവേശിക്കുന്നുണ്ട്. ഒന്ന് തൊടുമ്പോഴേക്കും അത്രയധികം എനർജി പ്രവേശിക്കുന്ന ആ ഒരു കാര്യം വെച്ച് തന്നെ കിസ് ചെയ്യുമ്പോൾ എന്തോരം എനർജി ട്രാൻസ്ഫർ ആവും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ഒരു സമയം അവിടെ ആകെ മൊത്തത്തിൽ ഒരു മാറ്റം നമുക്ക് കാണാം. ശേഷം എന്ത് സംഭവിച്ചെന്നറിയില്ല. അവൻ ഈ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അതായത് യൂൻ എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടതും കിസ് ചെയ്തതും ഒന്നും തന്നെ. കൂടുതൽ അവൻ അടിമുടി ആളാകെ മാറിയിട്ടുണ്ട്. വളരെ ഇൻട്രോവേർട്ട് ആയിരുന്ന അവൻ നല്ല സ്മാർട്ടും ആക്റ്റീവും ആയിട്ടുണ്ട്. കോളേജിൽ എത്തുന്ന അവൻ അവിടെ യൂനിനെ കാണുന്നു. അവളുമായി മുന്നേ നടന്ന കോൺവെർസേഷൻ ഒന്നും അവന് ഓർമ്മയില്ലെങ്കിലും അവളെ കാണുമ്പോൾ വളരെയധികം ഒരു അട്രാക്ഷൻ അവന് ഫീൽ ആവുന്നു. അവളും അവനെ കണ്ടിട്ടും ഒരു പരിചയമില്ലാത്ത കണക്ക് ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടെങ്കിലും അവൻ അവളുടെ പിറകെ ചെന്ന് അവളെ ഒരു കോഫി ഡേറ്റിനെ ക്ഷണിക്കുകയാണ്. അതായത് അവരുടെ ആ ഒരു കിസ്സോടുകൂടി അവന്റെ ലൈഫിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. അവന്റെ ഉള്ളിലെ എല്ലാ പേടിയും അപകർഷതാബോധവും എല്ലാം മാറി അവൻ വളരെ ഫ്രഷ് ആയ ഒരാളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അവനായി തന്നെ യൂനിനെ പ്രപ്പോസ് ചെയ്യാണ്. അവളെ ഗേൾ ഫ്രണ്ട് ആക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഫസ്റ്റ് സൈറ്റ് ലവ് ആണ് അവൻ അവളോട് തോന്നിയത്. അതവൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യും. അതിലോടുകൂടി അവൻ ഒരു ഡൗട്ടും തോന്നാത്ത രീതിയിൽ അവനെ മാത്രം സ്നേഹിച്ച് അവനിൽ നിന്ന്
നിന്ന് എനർജി നേടിയെടുക്കാൻ അവൾക്ക് സാധിക്കും. അവളെ പറ്റി അവനൊരു ഡൗട്ടും തോന്നില്ല. അങ്ങനെ അവൾക്ക് പറ്റിയ ഒരു പവർ ബാങ്കിനെ തന്നെ ഒടുക്കം അവൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഇവരിവിടെ ഒന്നിക്കുന്നിടത്ത് ഈ ഒരു കുഞ്ഞു യക്ഷിക്കഥ അവസാനിക്കുകയാണ്. യക്ഷിക്കഥകൾ പേടിപ്പിക്കാൻ മാത്രമല്ല ഇതുപോലെ വളരെ റൊമാൻറ്റിക് ആയും ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.